2015 ഞാൻ മെമ്പറായിരിക്കുമ്പോഴാണ് ലൈഫ് മിഷൻ പദ്ധതി വരുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ രേഖകൾ ഓൺലൈനിൽ കയറ്റി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട 2 വാർഡിൽ, ഒന്ന് 4-ാം വാർഡും ഒന്ന് 10-ാം വാർഡുമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഞാൻ 5-ാം വാർഡ് മെമ്പറായിരിക്കുമ്പോൾ പോലും ആ വാർഡിലൊന്നും കാര്യമായ ആളുകളുടെ പേരുണ്ടായില്ല. പക്ഷെ 4-ാം വാർഡിനും 10-ാം വാർഡിനും ഈ കഴിഞ്ഞ 5 വർഷം ഏതാണ്ട് 162 വീട് കൊടുത്തപ്പോൾ അതിൻ്റെ സിംഹഭാഗവും നമ്മുടെ ഈ 2 വാർഡിലാണ് കിട്ടിയത്. ഒരു ജനപ്രതിനിധി വളരെ കൃത്യമായി സമയബന്ധിതമായി അവൻ്റെ ചുമതല നിർവഹിച്ചാൽ തുടർന്ന് വരുന്ന ജനപ്രതിനിധികൾക്കാർ ഒരുപക്ഷെ അതിൻ്റെ നേട്ടം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല നിലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോക്കുന്നതിനെ കോക്കുന്നായി മാറ്റുന്നതിൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ധൈര്യമായി നമ്മുടെ ഈ വാർഡിലെ വോട്ടർമാരോട് UDFനും കോൺഗ്രസിനും വോട്ട് ചെയ്യണമെന്ന് ധൈര്യസമേതം പറയാവുന്ന രൂപത്തിൽ നമുക്ക് അതിനുള്ള മുൻകാല പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ പോലും നമുക്ക് ആരുടെ മുൻപിൽ തലകുനിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് വളരെ അഭിമാനത്തോടെ തന്നെ പറയാൻ കഴിയും. 10 വർഷം ഞാൻ പ്രതികരിച്ച ഒരു വാർഡ് എന്നുള്ള നിലയിൽ ഞാൻ എവിടെയും ഊന്നി പറയുന്നത് കോക്കുന്നതിനുണ്ടാക്കിയ മാറ്റത്തിൽ ഒരു എളിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. എന്നും അഭിമാനത്തോടെയാണ് ഓർക്കുന്നത്. സുബറിനെ വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിപ്പിക്കണം. UDFനെ സംബന്ധിച്ചിടത്തോളം 15-ൽ 13 വാർഡും UDFന് മേൽക്കൈയുള്ള വാർഡുകളാണ്. UDF അല്പം പുറകിലുള്ളത് 1-ാം വാർഡും 10-ാം വാർഡുമാണ്. 2 വാർഡും കടുത്ത മത്സരമാണ്. അതൊഴിച്ചാൽ ബാക്കി 13 വാർഡിലും ഒരു കടുത്ത മത്സരം ഞാൻ കാണുന്നില്ല. നമുക്ക് ഭാഗ്യവും ഒക്കെ പിന്തുണച്ചാൽ, എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് തൂത്തുവാരാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാനപ്പോൾ മത്സരിക്കുന്ന സ്ഥലത്ത് വളരെ കഠിനമാണെന്ന് എനിക്കറിയാം. കഠിനമായ ഒരു മത്സരം നേരിടുന്ന ഒരാളാണ് ഞാൻ. 100-120 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള 1-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കടുത്ത മത്സരമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭൂപ്രകൃതിയും ആളുകളെ വീട്ടിൽ കാണാൻ കിട്ടുന്ന അവസരവുമൊക്കെ വളരെ കുറവാണ്. കണ്ടെത്താൻ കഴിയാന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ബന്ധങ്ങളുണ്ടാകും, പരിചയമുണ്ടാകും. ഒരു വോട്ടിന് പോലും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു പാവപ്പെട്ടവനാണ് അദ്ദേഹം ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ടവനാണ്. ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ടു പോകുന്നവനാണ്. അദ്ദേഹത്തിന് നമ്മളുടെ വിലയേറിയ വോട്ടുകൾ നൽകണം. ശ്രീ TM വർഗീസിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം UDFന്റെ അങ്കമാലി നിയോജകമണ്ഡലം കൺവീനറാണ്. വിവിധ മേഖലകളിൽ വളരെ അന്തസ്സായി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നേരത്തെ ഇവിടെ പ്രസംഗിച്ച മിടുക്കനായ യുവ നേതാവ് ശ്രീ ജിൻഡോ ജോണിന്, ജില്ലാ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ശ്രീ ജിൻഡോ ജോണിന് കൈപ്പത്തി ചിഹ്നത്തിൽ, മൂവരും ഒരേ ചിഹ്നത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അവരെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പോലെ 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 നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ 2-3 രാഷ്ട്രീയ വിഷയങ്ങൾ പറയാനോട് നിൽക്കുക. നിങ്ങൾ പുറത്തേക്ക് ശ്രദ്ധിച്ചേ, ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ സ്ഥാനാർത്ഥികൾ വരാൻ വൈകി. എന്തുകൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ മൂക്കന്നൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഡിക്ലെയർ ചെയ്തത് മുതൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടി ഇവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. സർക്കാർ സംവിധാനങ്ങളെയൊക്കെ ദുരുപയോഗിച്ച് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കയ്യിലെടുത്ത്
ഇവരുടെ നാമനിർദ്ദേശ പത്രികയ്ക്ക് ഓരോ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ശ്രീ ബിജു പാലാട്ടിയുടെ പത്രിക തള്ളിക്കാൻ, ശ്രീ ഏലിയാസ് കേത്തേവിന്റെ പത്രിക തള്ളിക്കാൻ, ശ്രീമതി ജയരാധാകൃഷ്ണന്റെ പത്രിക തള്ളിക്കാൻ, ശ്രീമതി ഡാലി ജോയിയുടെ പത്രിക തള്ളിക്കാൻ, ശ്രീമതി ബിന്ദു കുമാറിന്റെ പത്രിക അന്നത് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് മനുഷ്യരെ പണിയെടുക്കാതെ പണം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അപ്പൊ പെൻഷൻ തുടങ്ങിയതും അവരല്ല, പെൻഷൻ മുടക്കുന്നത് അവരാണ്. ഇതെല്ലാം കഴിഞ്ഞ് വിവിധ ക്ഷേമനിധികൾ, ഇന്നിപ്പോ മഞ്ഞപ്ര പഞ്ചായത്തിൽ ഞാൻ നാഷണൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ കൺവെൻഷനിൽ പങ്കെടുത്തിട്ട് വരിക. 17 മാസമാണ് അവരുടെ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നത്. 18, 19, 21 മാസമായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ, കർഷക തൊഴിലാളികളുടെ, മോട്ടോർ തൊഴിലാളികളുടെ ഒക്കെ വിവിധ ക്ഷേമനിധികളുടെ പെൻഷനുകൾ കുടിശ്ശികയാണ്. ഏകദേശം 28,000-ഓളം രൂപ ഓരോ മനുഷ്യനും കൊടുക്കാനുണ്ട്, 4 ലക്ഷത്തോളം ആളുകൾക്ക്. അങ്ങനെ കോടിക്കണക്കിന് രൂപ.